ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇത് ജോസ് തെരിയത്ത്, നിങ്ങളുടെ അമച്വർ ഷെഫ്. പ്രൊഫഷണൽ ഷെഫല്ല, അമച്വർ ഷെഫ്. ഒത്തിരി നാളായി ഒരു വീഡിയോ ആയിട്ട് വന്നത്, ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അമേരിക്കൻ ഡിഷാണ്. സാൽമൺ എന്ന് പറയും, ഫിഷ് സാൽമൺ. അതിൻ്റെ മലയാളം പേര് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്ന സാൽമൺ തന്നെയാണ് എല്ലാവരും പറയുന്നത്. നല്ല ഫ്രഷ് വൈൽഡ് കോട്ട് സാൽമണാണ്. അതായത് അറ്റ്ലാന്റിക് ഓഷനിൽ നിന്നുള്ള സാൽമണാണ്. വളരെ സിമ്പിൾ സാൽമൺ. അത് നമ്മൾ ചോറിൻ്റെ കൂടെ കൂട്ടാം. ഞാൻ പൊന്നി റൈസിൻ്റെ കൂടിയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. 3 പീസ് ഉണ്ട്. ഒരു പക്ഷേ 2 ഞാനിപ്പോൾ കഴിക്കും, ഒരെണ്ണം ഡിന്നറിന്. ഇതിൻ്റെ കൂടെ ഞാൻ ഇടാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഓഫ് കോഴ്സ് സ്പിനച്ച് ഉണ്ട്, അതുപോലെ തന്നെ പാർമജാൻ ചീസുണ്ട്, ഓക്കെ. അതുപോലെ തന്നെ ഹെവി ക്രീമും ഒഴിച്ച് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളുടെ ഗാർലിക്ക്. അപ്പോൾ ഗാർലിക്ക് പതുക്കെ നമുക്ക് ഇങ്ങനെ അരിയാം. ഇങ്ങനെ ഗാർലിക്ക് ചെറുതായിട്ട് അരിയാം, ഇങ്ങനെ വയ്ക്കാം. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രിപ്പറേഷൻ. അല്ലാതെ വലിയ കുക്കൊന്നുമായിട്ട് കാര്യമില്ല ഇത് ചെയ്യാനായിട്ട്. വളരെ സിമ്പിൾ ആൻഡ് ഹെൽത്തി. ഓക്കെ, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണിത്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഒത്തിരി ഫൈനായിട്ട് അരിയേണ്ട. അപ്പോൾ ഗാർലിക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വല്പം റഫായിട്ട് കിടന്നാൽ മതി. അതാണ് അതിൻ്റെ ഗുണം. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിൻ്റെ സീസണിങ്സ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉപ്പും കുരുമുളകും മാത്രമേ ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നുള്ളൂ. സോൾട്ട് ടു അതുപോലെ തന്നെ ഇതിൻ്റെ സ്കിന്നോട് കൂടിയാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്, കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ മഞ്ഞളും മുളകും ഒന്നും അരച്ച് തേക്കേണ്ട യാതൊരു കാര്യമില്ല. ജസ്റ്റ് സിമ്പിൾ പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞു, ഒരു വശം കഴിഞ്ഞു, നമ്മൾ മറച്ചിട്ടിട്ട് ഇതാണ് സ്കിന്ന്. കണ്ടില്ലേ? ഈ സ്കിന്ന് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ആ സ്കിന്ന് ഒന്ന് വൈപ്പ് ചെയ്യണം. അപ്പോൾ ആ സ്കിന്ന് നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്കിന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ അഗെയിൻ ഇതിടാൻ പോവുകയാണ്. ഉപ്പിടുന്നു, ഗുഡ്. അതുപോലെ തന്നെ ആവശ്യത്തിന് കുരുമുളക്. ഇത്രയുള്ള പരിപാടി. നത്തിങ് എൽസ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിത് ഇപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനിയിപ്പോൾ കാര്യപരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഫിഷ് അങ്ങ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ന്യൂട്രൽ എണ്ണ ഒഴിക്കുക. ന്യൂട്രൽ എന്ന് പറയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. പീനട്ട് ഓയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഓയിൽ ഒഴിക്കുക, ന്യൂട്രൽ ടേസ്റ്റ് ഉള്ളത്. കൂടെ നമുക്ക് ഇത്തിരി ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം, ഒരു ടേസ്റ്റ് വരട്ടെ. ബട്ടർ ഇങ്ങനെ ഉരുകി വരുന്നതാണ്. അതെങ്ങനെ വേണം. എണ്ണ പാത്രത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കത്തക്ക രീതിയിലുള്ള എണ്ണ വേണം, കേട്ടോ. ഒത്തിരി തീ വയ്ക്കേണ്ട, ഒരു മീഡിയം ഹൈ, അത്ര വയ്ക്കേണ്ട കാര്യമുള്ളൂ. മീഡിയം ഹൈ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മീന് എവേ ഫ്രം ദ ബോഡി, മുഖം പൊള്ളിക്കാൻ ചെയ്യാനായിട്ട് ഇത് എങ്ങനെയാണ് ഇട്ട് കൊടുക്കണം? തൊലി താഴേക്കായിട്ട്. ഓക്കെ. Look at this, my friends. ഇതാണ് ഹെൽത്തി സാൽമൺ. ഇട്ടാൽ പിന്നെ അതിൽ തൊട്ടും പിടിച്ചും ഉരുട്ടി തിരിച്ചും മറിച്ചും നോക്കരുത്. ജസ്റ്റ് അവിടെ കിടന്ന് മോരിയട്ടെ. ഇത് ഒരു 2 മിനിറ്റ് 2.5 മിനിറ്റ് അത്രയും ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മൾ 2-2.5 മിനിറ്റ് മാക്സിമം. പിന്നെ നിർബന്ധമാണെങ്കിൽ ശരിക്കും മുരിയണമെന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 മിനിറ്റ് കൂടി അങ്ങ് വെച്ച് കൊടുത്തു, ഒരു പ്രശ്നമില്ല. മീൻ എണ്ണയിൽ കിടന്ന് നീന്തി തുടിക്കുകയാണ്.
എന്താണ് ഈ മീൻ? ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. ഈ സാൽമൺ നമ്മുടെ നാട്ടിൽ കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഈ സാൽമൺ മലയാളം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് നോക്കിയപ്പോൾ കണ്ടു കൂരൻ എന്നൊക്കെ പറയുന്നതായിരുന്നു. സാൽമൺ, കൂരൻ. ഇങ്ങനെ പറഞ്ഞൊരു മീനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. ഇനി ഞാൻ ചെയ്യുന്നത് വളരെ ഓമനത്തോടെ വളരെ സോഫ്റ്റായിട്ട് ഇതിനെ ഞാൻ പതുക്കെ അങ്ങ് മറച്ചിടുകയാണ്. ഈ മീൻ എന്ന് വെച്ചാൽ ലെയറായിട്ടുള്ള മീനാണ്. അത് പാളിയായിട്ട് നമ്മുടെ നെയ്മീനൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ പാളിയായിട്ട് വരുന്ന മീനാണത്. അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് പിടിക്കുകയും മറിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിലുണ്ടല്ല അവന് വട്ടിക്കോളുടെ വിട്ടുവരും. അപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ. വേണ്ട, ഇപ്പോൾ ഇതല്ല, നല്ല ക്രഞ്ചിയായി. അഫ്കോഴ്സ് നമ്മൾ ഈ തൊലി പൊളിച്ചളയും കേട്ടോ. ഭക്ഷിക്കുമ്പോഴായാലും കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ഇനിയിപ്പോൾ സാധനങ്ങൾ ചേർക്കുമ്പോഴായാലും നമുക്ക് അത് ചെയ്യാൻ പറ്റും. നമ്മൾ 75% ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സ്പിനച്ച്, അതുപോലെ തന്നെ നമ്മൾ ചീസ്, അതൊക്കെ ചേർത്തിട്ടൊന്ന് സിമ്മർ ചെയ്യും. ആ സിമ്മർ ചെയ്യുമ്പോഴും നമ്മുടെ മീൻ അതിനനുസരിച്ചുള്ള വേവ് അല്പം കൂടി കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ പൊന്നി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പൊന്നി ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്ലോ കുക്കിംഗ് മറ്റേ അടുപ്പിൽ വെച്ചിരിക്കുക. കണ്ടാ കണ്ടാ ഒരു മിനിറ്റ് കൂടി അങ്ങ് കിടന്നോട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ യുവതികൾക്ക് ചിലപ്പോൾ സംശയമായിരിക്കും, മീൻ വെന്തോ ഈ 4 മിനിറ്റ് മതിയോ 5 മിനിറ്റ് മതിയോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവും. അത് മാറിക്കോട്ടെ. അപ്പോൾ കുറച്ച് നേരം കൂടി അങ്ങ് കിടന്ന് അങ്ങ് മൊരിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒത്തിരി മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിഷിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും കേട്ടോ. വേറെ ഞാൻ പറഞ്ഞിട്ട് മതി, ഇത് ധാരാളം മതി. ഇനി ഞാൻ ഈ മീൻ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കണ്ട ഇതൊക്കെ അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾ അടുത്ത കലാപരിപാടിയുടെ 2ാം രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അത് കാണിച്ചു തരാം. അപ്പോൾ സോറി, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഉള്ളി ഒരു സവാള ഒരെണ്ണം മതി. ആ ഒരു സവാള ആ പാത്രത്തിലേക്ക് തന്നെ, മീൻ വറുത്ത പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഗാർലിക്ക് ഇപ്പോഴും ഇട്ടിട്ടില്ല കേട്ടോ. ഗാർലിക്ക് ഒത്തിരി കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇപ്പോഴും ഇടാത്തത്. ഒന്ന് വാടി മതി, മൂക്കണ്ട, കരിയണ്ട, ബ്രൗൺ ആവണ്ട, ഗോൾഡൻ കളർ ആകണ്ട. ജസ്റ്റ് ഒന്ന് വാടുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഒരു 30 സെക്കൻഡും കൂടി ഒന്ന് വാടിക്കോട്ടെ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ. എന്നാൽ ഇനിയിപ്പോൾ ഞാൻ നമ്മളുടെ ഗാർലിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഗാർലിക്ക് ഗാർലിക്ക് ഒരിക്കലും മൂത്ത് കരിയരുതില്ല. കരിക്കന്നെ കൈക്കും ആകെ കുളമാവും. ഇവനെ അങ്ങോട്ട് കൊടുക്കണം. ഇത് നമ്മൾ എത്രത്തോളം ഇടും? ഈ ഇല ഒന്ന് വാടുന്നത് വരെ, അത്രേ ചെയ്യുള്ളൂ. ഇല ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഇടാം അങ്ങോട്ട്. ഹെൽത്തി ഫുഡ് മക്കളെ, ഹെൽത്തി ഫുഡ് ഞാൻ പറഞ്ഞാൽ ഹെൽത്തി ഫുഡാണത്. അല്ലേ, നിമിഷ നേരം കൊണ്ട് ഇത് വാടി കിട്ടും കേട്ടോ. അല്ലാതെ ഈ പറയണ നേരമൊന്നും വേണ്ട. ഇത് നമ്മുടെ ഇവിടെ കിട്ടൂല ഈ സാധനം. വാടി വരുന്നണ്ട. ഇച്ചിരി ഉപ്പും കൂടി. വാടി വരുന്നുണ്ട്. കേട്ടാ, തീ കുറച്ച് വെച്ചേക്കാം.
ഓക്കെ, കലവാടി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മൈറ്റി ഹെവി ക്രീം അല്ലെങ്കിൽ ക്രീം എന്ന് പറയും, തിക്കായിട്ടുള്ള മിൽക്ക്. അല്ലേ, ഈ മിൽക്കാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഏതാണ്ട് 1 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. ഓഹോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഉപ്പുണ്ടോ? ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പത്തിരി കൂടി ആകാലോ. ഈ ക്രീം എന്ന് പറയുന്നത് ഹെവി ക്രീം ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കാരണം ഞാൻ കടയിൽ നിന്ന് മേടിക്കരുത് പണ്ടൊക്കെ. പക്ഷേ കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് വേസ്റ്റായി പോകും. അതുകൊണ്ട് ഞാൻ സ്വയം ഉണ്ടാക്കാതെ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ആവശ്യത്തിനനുസരിച്ച്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിവിടെ ഇടാൻ പോകുന്ന ചീസ് അമേരിക്കയിൽ പറയുന്ന പാർമജാൻ ചീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പാർമജാൻ ചീസ് ഇടുക. ഏതാണ്ട് ഒരു 1.5 കപ്പോളം ഉണ്ട്. 1.5 കപ്പ് വേണ്ടില്ലേ? 1.5 കപ്പോളം ചീസാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്. ഒന്നര കപ്പ് ചീസ് അങ്ങോട്ട് കിടക്കട്ടെ. ആഹാ, കണ്ട നല്ല നല്ല കൊഴുപ്പിലൊക്കെ വന്നേക്കണുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ നോക്കട്ടെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മീനുണ്ടല്ലോ, അത് ഇങ്ങോട്ട് ഇടാൻ പോവാണ്. പീസ് നമ്പർ 1, പീസ് നമ്പർ 2, പീസ് നമ്പർ 3. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ട ഇതിൻ്റെ തൊലിയെ നമ്മൾ വളരെ സോഫ്റ്റായിട്ട് പൊളിച്ചു കളഞ്ഞേക്കാം. എങ്ങനെയൊക്കെ പോകട്ടെ. കണ്ട വളരെ സോഫ്റ്റായിട്ട് അവനിങ്ങനെ പൊളിച്ചു കളയാതെ. കണ്ട look at that. ഇവനെ നമ്മളൊന്ന് കുളിപ്പിക്കുകയാണ്. നമ്മുടെ ഈ സോസിലൊന്ന് കുളിപ്പിക്കുകയാണ്. നമ്മളിത് മറിച്ചിടോ തിരിച്ചിടോ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ മറയ്ക്കോ തിരിക്കുകയോ വേണ്ട. ലുക്ക് അറ്റ് ദിസ് സുഹൃത്തുക്കളെ, ലുക്ക് അറ്റ് ദിസ്. ഒന്നും ചെയ്യണ്ട. നമ്മളിത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് ഒന്ന് സിമ്മർ ചെയ്തോട്ടെ. അതിൻ്റെ അത് എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ കേട്ടോ. ഓ യാ, ഞാനുണ്ടാക്കിയതുകൊണ്ട് പൊങ്ങറ്റം പറഞ്ഞതല്ല കേട്ടോ. ഇത് അടിപൊളി സാധനമാണിത്. ഓയാ, സംഗതി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗാർണിഷിങ്ങിന് നമ്മൾ സ്വല്പം പാഴ്സ്ലി എന്ന് പറയും. നാട്ടിലുണ്ടല്ലോ, നാട്ടിലുണ്ട് പാഴ്സ്ലി. തീർന്നിട്ടേക്കാം. പാഴ്സ്ലി, സാൽമൺ. കാണു സുഹൃത്തുക്കളെ, കാണും. ഇൻക്രെഡിബിൾ ടേസ്റ്റ് എന്ന് വെച്ചാൽ ടേസ്റ്റ്.
സത്യത്തിൽ ചോറ് വേണമെന്നില്ല. വെണ്ണ പോലെയല്ല വായല വീണത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.